ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3/4 കപ്പോളം വരുന്ന തേങ്ങയാണ്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇട്ട് അരച്ച് ഇങ്ങനെ കട്ട പോലെയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു റോബസ്റ്റ പഴമാണ് ചേർക്കുന്നത്. ഇപ്പോൾ റോബസ്റ്റ പഴം തന്നെ വേണമെന്നൊന്നുമില്ല, നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ചേർക്കാം. അതുപോലെ തന്നെ ചെറിയ പഴം ഉണ്ടെങ്കിൽ അതൊരു 2 എണ്ണം ചേർക്കാം. റോബസ്റ്റ ആയതുകൊണ്ട് ഞാൻ 1 എണ്ണം ചേർക്കുന്നത്. നേന്ത്രപ്പഴം ആണെങ്കിലും 1 എണ്ണം ചേർത്താൽ മതി. നമ്മളെടുക്കുന്ന ബ്രെഡിനനുസരിച്ചാണ് ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി വരിക കേട്ടോ. 5 ബ്രെഡിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പഴമൊന്ന് ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് ഇത് നന്നായിട്ട് നിരടി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളത്തിൻ്റെയോ പാലിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഈ പഴത്തിൻ്റെ നനവും പിന്നെ നമ്മൾ തേങ്ങ കൂട്ടിയിട്ടാണല്ലോ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്, അതിൻ്റെ നനവും കൊണ്ട് നമുക്ക് നന്നായിട്ട് നല്ലൊരു അടിപൊളി കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ പിന്നെ നേന്ത്രപ്പഴം ആണെങ്കിലും നല്ല പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഏലക്കയുടെ പൊടിയൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിത് സാധാരണ നമ്മളൊന്ന് ബോൾ പോലെ ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് നമുക്ക് റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിലും വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഓയിലാണ് ഇതെനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എണ്ണ ഇഷ്ടം അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയതിന് ശേഷം എണ്ണയൊന്ന് ചൂടായി വന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാകുന്ന ഒരു സ്നാക്കാണ്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, പുള്ളൊന്നും വേകാതെ ഇരിക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയുടെ ചൂടൊന്ന് നോക്കിയിട്ട് നിങ്ങളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് 2 ഭാഗവും ആയതിനു ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എത്ര അധികം കൂടുതൽ നമ്മൾ ഇട്ട് കൊടുത്താലും അത് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 ഭാഗവും റെഡിയായി വന്ന സമയത്ത് ഈ ഒരു കളറായാൽ മതി. എന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയുടെ ചൂടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരുപാട് ചൂടാകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊടുത്ത് അങ്ങനെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.